You're the light, you're the night, you're the color of my blood. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ തായ്ലൻഡിലെ രണ്ടാമത്തെ ദിവസമായിട്ടത്. ഈ ഫുഡൊക്കെ നമുക്ക് നമ്മുടെ ഹോട്ടലുകാർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ഫുഡ് നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങാം. കോഫിയൊക്കെ നമ്മൾ തന്നെ അവിടെ ഉണ്ടാക്കണം. കോഫി മേക്കറൊക്കെ ഉണ്ട്. നമ്മൾ തന്നെ ഏട്ടനൊക്കെയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഏട്ടൻ നമുക്ക് ബ്രെഡും ഒക്കെ ടോസ്റ്റ് ചെയ്ത് തന്നും എല്ലാം തന്നെ ചെയ്തെന്ന്. ഞാനവിടെ വെറുതെ വരുന്നേ ഉള്ളൂ. ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായിരുന്നു. അപ്പോഴത്തേക്ക് ഇവർ താഴെ എത്തി കഴിക്കാൻ തുടങ്ങിയായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായിട്ട് എത്തിയ. അങ്ങനെ ഞാൻ തന്നെ റൂമൊക്കെ ലോക്കാക്കി നമ്മൾ താഴെ പോയി ഫുഡൊക്കെ കഴിച്ചു. പെട്ടെന്ന് തന്നെ ഇറങ്ങി. 8:30 ആയപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ടൈം. 8:30 ആയപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമുക്കിന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഫസ്റ്റത്തെ ഡേ അല്ലല്ലോ, സെക്കൻഡ് ഡേ അല്ലേ. അപ്പോൾ കുറച്ചധികം കാണാനുണ്ട്. ആകെ 3 ദിവസമേ ഉള്ളൂ നമുക്ക് ബാങ്കോക്കിൽ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ പ്ലാൻ ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധ കാണാനും പിന്നെ വാട്ടറിലേക്ക് പോകാനൊക്കെ കേട്ടോ. അപ്പം ഈ വാട്ടറൻ സംഭവം ഒന്നും എനിക്കറിയില്ലായിരുന്നു, പേരറിയില്ലായിരുന്നു. അവിടുത്തെ കോമഡി ആയിരുന്നു വാട്ടരൻ. പക്ഷെ വാട്ട് നല്ലത് വായിക്കുക, WAT പിന്നത് വാട്ടാക്കി. അങ്ങനെ അതായിരുന്നു ഇന്നത്തെ പ്ലാനിനകത്തുള്ളത്. അപ്പം ഇങ്ങനെ കണ്ട അത്യാവശ്യം ബിൽഡിങ്ങിൻ്റെയും ഇതിൻ്റെയൊക്കെ പേര് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും. എല്ലാം കുറച്ച് ടൈം എടുത്തു. അപ്പം നമുക്കിത് കണ്ടാൽ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ അതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ തപ്പി കണ്ടുപിടിച്ചാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടേന്നൊക്കെ. അപ്പം അങ്ങനെ അങ്ങോട്ട് ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധയിലേക്ക് പോകുന്ന രംഗാട്ടോ ഇത്. അങ്ങനെ നമ്മൾ കുറേ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സഫാരി പാർക്കിൽ പോയിട്ടൊന്ന് നല്ലോണം ഒന്ന് പെട്ടായിരുന്നു. നമ്മൾ വെള്ളം അവിടെ പുറത്ത് ഒരു 3 ബാത്തിനുള്ള വെള്ളം അവിടെ ഒരു 30 ബാത്ത് കൊടുക്കണം. അത്ര ഡിഫറൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ടൂറിസ്റ്റ് ഏരിയയിലേക്ക് പോകുമ്പോൾ വെള്ളത്തിന് ഭയങ്കരമായിട്ട് പൈസ കൂടും. അപ്പം പുറത്ത് അങ്ങനെയല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, കുറച്ചധികം വെള്ളമൊക്കെ വാങ്ങി. കുഞ്ഞൊരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. അതിങ്ങനെ അതിനകത്തോട്ട് വെള്ളമൊക്കെ എടുത്ത് അത് ചുമന്നുകൊണ്ടിരിക്കുക ഏട്ടൻ. അതിനകത്ത് അതും പവർ ബാങ്കും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പവർ ബാങ്കും ഇതൊക്കെ ആകുമ്പോൾ നല്ല വെയിറ്റ് ആകും ബാഗിന്. പിന്നെ അതൊന്നും കാര്യമൊക്കെ കണ്ടൊക്കെ എടുത്ത് ഇത് നമ്മൾ ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധയിൽ കയറാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറിയത് കേട്ടോ. പുറത്ത് നല്ല ചൂടായിരുന്നു. ഇങ്ങോട്ട് കയറിയപ്പോൾ ഒരു സമാധാനമായിരുന്നു. നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. അപ്പം കുറച്ച് മിനിറ്റ് വിയർത്ത് കുളിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇത് സെക്കൻഡ് ഡേ ആണല്ലോ. ആകെ 3 ദിവസമുള്ളൂ. 3 ദിവസം ബാങ്കോക്കിലും 3 ദിവസം പട്ടായയിലുമാണ് നമ്മുടെ പ്ലാനിനകത്തുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഷോർട്ട് ഡ്രസ്സൊന്നും അലൗഡല്ല. ബുദ്ധൻ്റെ ഇതായതുകൊണ്ട് ഷോർട്ട് ഡ്രസ്സ് ഒന്നും പറ്റില്ല. ഷോർട്ട് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഡ്രസ്സല്ല, ഷോർട്ടും സ്ലീവ്ലെസ് പിന്നെ ഇങ്ങനെ നിഴലടിക്കുന്ന ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒന്നും സംഭവിക്കില്ല. ഞാൻ എന്തായാലും എൻ്റെ ഭാഗ്യത്തിന് അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പാൻറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ്. അല്ലെങ്കിൽ അവിടെ ഒരു മുണ്ട് പോലത്തെ സാധനം വാങ്ങാൻ കിട്ടും. അത് അങ്ങനെ അതാ സാധാരണ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുക. അതായത് നമ്മൾ കൂടുതൽ പേര് ഷോർട്സ് ഒക്കെ ഇട്ടാണല്ലോ വരിക. അപ്പോൾ അങ്ങനെ മുണ്ട് പോലത്തെ വീഡിയോ ഒക്കെ അത് കാണിക്കുന്നുണ്ടത്. മുണ്ട് പോലത്തെ സാധനം ഒരു ഇങ്ങനെ പാവാട പോലത്തെ ഒരു സാധനമാണ്, മുണ്ട് തന്നെ. എന്നിട്ട് 2 വള്ളിക്കെട്ട് കെട്ടുന്നൊരു സാധനം ലേഡീസിൻ്റെ തന്നെ. ഞാൻ കുറച്ച് മുമ്പ് വാങ്ങുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വാങ്ങുന്നുണ്ട് ഇവിടെ നിന്ന് തന്നെ. അപ്പം അതൊക്കെ ഇട്ടിട്ട് പോകണം. അല്ലെങ്കിൽ ഷോർട്ട് ഡ്രസ്സ് അലൗഡല്ല. ബുദ്ധേൻ്റെ ഒരു ഇതിലും അലൗഡല്ല കേട്ടോ. അവിടെ ബുദ്ധേൻ്റെ എവിടെയൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടോ അവിടെ ഒന്നും ഷോർട്ട് ഡ്രസ്സ് അലൗഡല്ല. ഷോർട്ട് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീവ്ലെസ് അങ്ങനെ ഷോർട്ട്സ് നിഴലടിക്കുന്ന സംഭവങ്ങളൊന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധയിലോട്ട് കയറി. അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു കാണാൻ. നമ്മൾ കുറേ പിക്കൊക്കെ എടുത്ത്, പക്ഷെ ഭയങ്കര വെയിലായിരുന്നു. വെയിലും ഒന്നും മൈൻഡാക്കാണ്ട് കുറേ പിക്കൊക്കെ എടുത്ത് അങ്ങോട്ട് കയറാൻ കുറച്ചധികം ക്രൗഡായിരുന്നു കേട്ടോ. അങ്ങോട്ട് കയറുന്നൊരു ക്യൂ അത്. അങ്ങനെ ഭയങ്കര ചെക്കിങ് ഒക്കെയാണ്. ഏട്ടൻ്റെ ബാഗ് തുറന്ന് നോക്കി. പിന്നെ ഇതിനകത്തൊന്നും ഇല്ലല്ലോ, ആകെ പവർ ബാങ്കും കുപ്പിയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെക്കിങ് ഒക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര സെക്യൂരിറ്റിയാണ്. അങ്ങനെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളങ്ങോട്ട് കയറി. ഇത് പണ്ടത്തെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ആട്ടോ. അപ്പം ഒക്കെ നോക്കിയാലും കണ്ടാലും തീരൂല, അത്രയാണ് ഉള്ളത്. ഈ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ അടുത്തൊന്നും തീരൂല, നമുക്ക് മനസ്സിലാവും അത്ര സംഭവങ്ങളുള്ളത്. അങ്ങനെ നമ്മൾ ഒരു മൈസൂർ ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ അമ്മ ഇന്ന് കേൾക്കണ്ട ഓടിക്കുക തന്നെ. എനിക്ക് കറക്റ്റായൊരു മൈസൂർ ഫീൽ കിട്ടി. എന്നിട്ട് ഇതൊക്കെ ഭയങ്കര രസം. ഇതൊക്കെ കാണാം. ഇതിങ്ങനെ ഓരോ തൂണിലും ഇങ്ങനെ മിററൊക്കെ വെച്ച് ചെയ്തേക്കുന്നത്. കുറച്ച് ഇങ്ങനെ ഇത് കാണിക്കുന്നുണ്ട്. ഓരോ തൂണും കുഞ്ഞു മിറർ വെച്ച് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല രസമാണ്. ഞങ്ങൾ തൊട്ട് നോക്കി, ആരും തൊട്ട് നോക്കുന്നുണ്ടല്ലേ, തൊട്ട് നോക്കിയപ്പോൾ നല്ല രസമായിരുന്നു. നമ്മൾ ഇവിടുന്ന് ഒരു പിക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോസിലൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. നേരിട്ടും അടിപൊളിയാണ്, വീഡിയോയ്ക്കകത്ത് അത്ര രസം പോരാ. അപ്പം നേരിട്ട് ഭയങ്കര രസമായിരുന്നു കാണാൻ. ആൾക്കാർ പോകാൻ പറ്റുന്നവരൊക്കെ പോയി കാണാം. നമ്മളെന്താ പറയുക, മസ്റ്റ് വാച്ച് എന്നൊക്കെ പറയാം.
അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ അങ്ങോട്ടും തേരാപ്പാര നടന്ന് അതിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അങ്ങോട്ട് വീഡിയോ അലോഡല്ല, അങ്ങോട്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. പ്രാർത്ഥിക്കുന്ന പോലെ അത് പ്രാർത്ഥന തന്നെ. ബുദ്ധൻ്റെ അങ്ങോട്ട് കയറിയിട്ട് മുട്ടുകുത്തിയിരുന്നിട്ട് ഇങ്ങനെ നമ്മൾ നിസ്കരിക്കാനിരിക്കൂലേ, അതേപോലെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കുറേ പേര്. നമ്മളും കുറേ നേരം അങ്ങനെയൊക്കെ പോയിരുന്ന് അങ്ങോട്ട് വീഡിയോ അലോഡല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കുറേ താമരയൊക്കെ കണ്ടു. അങ്ങനെ കുറേ പിക്കൊക്കെ എടുത്ത് ഭയങ്കര രസമായിട്ടോ. നമ്മൾ വീഡിയോ എടുത്തിട്ട് തീരുന്നുണ്ടായിരുന്നില്ല, അത്ര രസം. എനിക്കിത് എടുത്തിട്ട് മതിയായില്ല. ഓരോ പോർഷൻ എടുക്കുമ്പോഴും രസമാണ്. അങ്ങനെ നമ്മൾ മാക്സിമം പറ്റുന്ന അത്ര വീഡിയോസൊക്കെ എടുത്ത് കുറേ ഫോട്ടോസും അച്ഛൻ്റെ അമ്മേൻ്റെയും ഞങ്ങൾ ഫാമിലിയായിട്ട് 4 പേരും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇടാൻ കുറച്ച് കഴിയുമ്പോൾ. അത് നമുക്ക് വേറൊരു ചേട്ടൻ എടുത്ത് തന്നെയാണ്. വേറെ ഏതൊരു ടൂറിസ്റ്റ്, ആ ചേട്ടൻ ഇങ്ങോട്ട് ചോദിച്ചു നമ്മുടെ അടുത്ത് ഫോട്ടോ എടുത്തിരുമെന്ന് വെച്ച്. ഞാനും ചേട്ടൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പം എന്താക്കി നമ്മൾ അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുത്തു, 2 ചേട്ടന്മാരാണ്. എന്നിട്ട് നമ്മളും ഇങ്ങോട്ട് എടുത്തിരുമെന്ന് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ നമുക്കും ഐഡിയ വന്നു ഫോട്ടോ എടുക്കണ്ടേ എന്നുള്ള സാധനം. അതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവരേക്ക്, 4 ആളെടുത്തിട്ട് ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപ്പാര നടന്നു. സംഭവം നല്ല വെയിലൊക്കെയാണ്, ചൂടൊക്കെയാണ്, മടുത്തെങ്കിലും നമുക്കങ്ങോട്ട് അങ്ങനെ ഒരു മടുപ്പില്ല. അങ്ങനെ ഇതൊരു ഫ്ലാഗ് ആട്ടോ, റോയൽ സ്റ്റാൻഡേർഡ് ഓഫ് തായ്ലൻഡ് എന്തോ ഒരു ഫ്ലാഗാണ്. നമ്മൾ അത് എന്താ സംഭവം തപ്പി കണ്ടുപിടിച്ച് എല്ലാത്തിനും പേര് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആദ്യം അത് ശ്രദ്ധിച്ചില്ല, ഇത്രയും ബിൽഡിങ് അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ ഫ്ലാഗും ശ്രദ്ധിക്കില്ലല്ലോ. ഇതൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ട് ഇത് ആ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതിൻ്റെ ആ റൂഫ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ, അകത്തോട്ട് വീഡിയോ എടുത്തില്ല. കുറേ സ്ഥലത്തൊന്നും വീഡിയോ അലൗഡ് അല്ലായിരുന്നു. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാൻ കുറേ സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഏകദേശം ഇറങ്ങാനായി. അപ്പം കുറേ വീഡിയോസ് എടുത്തു. കൂളിംഗ് ഗ്ലാസ്സൊക്കെ അല്ലാണ്ട് നടക്കാൻ പറ്റില്ല, സൺഗ്ലാസ് ഒന്നും ഇല്ലാണ്ട് നടക്കലേ ഇല്ല. അതായത് ഭയങ്കര വെയിലായിരുന്നു, നമുക്ക് അല്ലാണ്ട് ഇതും വരെ കാണാൻ പറ്റില്ല. ഇപ്പോഴാണ് മര്യാദയ്ക്ക് ഇതൊക്കെ ഒന്ന് ഈ ഒരു കളറിൽ കാണുന്നത്. അങ്ങനെ നമ്മൾ കുടയും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് ഗ്രാൻഡ് പാലസാണ്, ബാങ്കോക്കിലെ ഗ്രാൻഡ് പാലസാണ്. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ അടുത്തടുത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടറുണ്ട്. അത് നമുക്കൊരു ഇത് ബോട്ടിൽ കയറി വേണം പോകാൻ. അപ്പം ചേട്ടനാട്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ കോർഡിനേറ്റർ. അന്ന് ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഒരു ഡെങ്കു ഒക്കെ വന്ന് ജലദോഷം മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ വരെ ചോദിച്ചു, തായ്ലൻഡിൽ പോയെന്ന് പറഞ്ഞത് അതേപോലെ അങ്ങനെ ഡെങ്കു ഒക്കെ വന്നായിരുന്നു എന്ന്. അപ്പം ഡോക്ടർ വരെ ചോദിച്ചു പാക്കേജ് ആയിട്ടാണോ പോയെന്ന്. ഞാൻ പറഞ്ഞല്ല, ഏട്ടനാ ആക്കുന്നത്. അവനെ അതിൻ്റെ പരിപാടിയായിരുന്നു മൊത്തം. ഇങ്ങനെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഇങ്ങോട്ട് പോകുന്നത്, അതെങ്ങനെയാണ് പോകുന്നത്, അങ്ങനത്തെ ഫുൾ പ്ലാനിങ് എല്ലാം മാസ്റ്റർ പ്ലാൻ മൊത്തം അവൻ്റെയാണ്. ഇത് കുറേ നാളായി ചേട്ടൻ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അങ്ങനെ എല്ലാവരും കൂടെ ഉള്ള പ്ലാനിങ് വളരെ പെട്ടെന്നായിരുന്നു. എൻ്റെ അടുത്ത് തന്നെ ഒരാഴ്ച മുന്നേ, ഒരു 4 ദിവസം മുന്നേ പറഞ്ഞ് പോകാമെന്ന്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ആണ് നമ്മുടെ ഡ്രസ്സൊക്കെ ഫ്ലിപ്പിൽ നിന്ന് ഓർഡർ ചെയ്തൊക്കെ വാങ്ങിയത്. കാരണം അതിനുള്ള ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കണമല്ലോ, നല്ല വിശപ്പുണ്ട്. അപ്പോഴത്തെ ഉച്ചയായിരുന്നു, എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഫസ്റ്റ് കണ്ടൊരു കടയിൽ തന്നെ കയറി. ഇതൊരു ജർമ്മനി ഫീലായിരുന്നു കേട്ടോ. ഈ ഒരു കടയ്ക്കകത്ത് എന്താ സംഭവം എനിക്കറിയില്ല, കുറേ വെറൈറ്റി ഓഫ് ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു, അങ്ങനെ തോന്നി. പിന്നെ നമ്മൾ എന്തെങ്കിലും കുടിക്കണമല്ലോ, അപ്പം എന്തെങ്കിലും ഡ്രിങ്ക് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുക. അപ്പോൾ ഈ കൊറിയൻ ചേട്ടന്മാർ കണ്ടല്ലോ, ആ അവരുടെ ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട്, ഏതൊക്കെയോ ഡ്രാമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഡ്രാമയും പിന്നെ ഞാൻ ഇനി ജാപ്പനീസ് തായ് മൂവീസൊക്കെ കാണുമായിരുന്നുണ്ട്. അപ്പം അതിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇതേപോലെ ഇവരുടെ ആഡ് വെച്ചിട്ടുള്ള ഓരോരോ സംഭവങ്ങളൊക്കെ. അപ്പം അങ്ങനെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ എടുക്കണമെന്ന് വിചാരിച്ച് പോകുന്നില്ല, പക്ഷേ എടുത്തു വന്നപ്പോൾ അങ്ങനത്തെ ഒരു കുപ്പി തന്നെ ആയിപ്പോയി. അങ്ങനെ നമുക്കത് ബില്ലടിക്കണം. ബില്ലടിച്ച് കഴിഞ്ഞിട്ട് കണ്ട എല്ലാം ഫുള്ള് വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ എടുത്തത്. പിന്നെ മിറിൻ്റെ പിന്നെ മറ്റേ 7 പോലത്തെ എന്തൊരു സാധനം ഉണ്ടായിരുന്നു. അത് മാത്രം നമ്മൾ കണ്ടു പരിചയമുള്ള സാധനമുള്ളൂ, ബാക്കിയെല്ലാം വെറൈറ്റി ഓഫ് സാധനങ്ങൾ. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ കഴിക്കാൻ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. കഴിക്കാൻ വേണ്ടി കയറി, താഴെ കഴിക്കാൻ പറ്റില്ല, അപ്പം മേലേക്ക് ഡൈനിങ് റൂമിലേക്ക് കയറി ഫുഡ് നോക്കട്ടെ, കഴിച്ചോക്കാം. അല്ലല്ല അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഇത് മാഷ്മെല്ലോൻ്റെ ഫ്ലേവർ, ആ ടേസ്റ്റുള്ള എന്തൊരു ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. അത് കുറേ സ്ട്രോബെറി ഫ്ലേവർ ആയിരുന്നു ചേട്ടൻ എടുത്തിട്ട്. അതൊക്കെ അപ്പോൾ നമ്മളെല്ലാം കാണുന്നവർ എല്ലാവരും നമ്മൾ 4 ആളും കാണുന്ന സാധനങ്ങളൊക്കെ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ കൊള്ളാൻ തോന്നുന്ന സാധനങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് മാറിമാരെല്ലാം ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ അതിനകത്തൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ ഗതികേട് കൊണ്ട് അത് ഞാനാണിങ്ങനെ ഈ ഷുഗറായിട്ടുള്ള സാധനങ്ങളും തിന്നാറില്ല. പിന്നെ നമ്മൾ തിന്നാൻ വേറെ വഴിയില്ലല്ലോ. അങ്ങനെയൊക്കെ കഴിച്ചു. എന്തൊക്കെയോ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയോ വയറൊക്കെ നിറച്ച്. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇനി അടുത്ത വാട്ടറിലേക്ക് പോവാട്ടോ.
നിങ്ങൾ എടുത്തോ നോക്കട്ടെ. ഗൈസ് നമുക്ക് പാൻറ് വാങ്ങിയിട്ടുണ്ട്. അതെ, നാളെ ഇട്ട് കളിയിലായിരിക്കും. കൊതിയോടെ കണ്ടിടാൻ കനവുകളിൽ പുതുമഴയായി പെയ്തു, നിലവുകളിൽ പൂങ്കനികൾ നെയ്തു. ഈ ജന്മസാഗരം അണയാതെ നോക്കിടാം, നീ എൻ്റെ തണലായി എന്നിലെ നിഴലായി. ഈ സ്നേഹനൊമ്പരം പിരിയാതെ കാത്തിടാം. ഗൈസ് നമ്മളങ്ങനെ ബോട്ടി കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ വാട്ടറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബോട്ട് കയറാൻ നിൽക്കാം കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്തു വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതെങ്ങനെ ടിക്കറ്റ് എടുത്തതെന്ന് എനിക്കറിയില്ല. അത് പറഞ്ഞാൽ നമ്മൾ ഏട്ടനാണ് അതൊക്കെ ചെയ്തത്. അപ്പോൾ ശ്രദ്ധിച്ചില്ല. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ ബോട്ടിങ്ങൊക്കെ. നമ്മൾ നല്ല രസമായിരുന്നു. അവിടെ എത്തിയിട്ട് തായ്ലൻഡിലെ എത്തിയിട്ട് ഫസ്റ്റത്തെ ബോട്ടിങ് ആയിരുന്നു. അങ്ങോട്ട് വാട്ടറിലേക്ക് പോകുന്ന ആൾക്കാരായിട്ട് ഇത് മൊത്തം. അങ്ങനെ നമ്മൾ അധികം ദൂരമൊന്നുമില്ല, തൊട്ടിപ്പുറത്ത് സൈഡിലേക്ക് വന്നാൽ മതി. അങ്ങനെ നമ്മൾ വാട്ടറിലെത്തി. അവിടെ ഹൂയിസ് ബുദ്ധ എന്നൊക്കെ എഴുതി ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബുദ്ധൻ ആരാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ ഒരു പേപ്പറൊക്കെ വലിയ നോട്ടീസ് പോലത്തെ സംഭവമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് കാണാൻ വേണ്ടി കയറി. ബുദ്ധനാട്ടോ എല്ലായിടത്തും മെയിൻ ഇവിടെ. അങ്ങനെ ബുദ്ധൻ്റെ ഒരു ടെമ്പിള്. അങ്ങനെ അങ്ങോട്ട് കയറി. ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ പ്രാർത്ഥിക്കാൻ സ്ഥലം. അങ്ങനെ നമ്മൾ കുറേ അവിടെ ഒരു മൈസൂർ ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പിക്കൊക്കെ എടുത്തു, കുറേ വീഡിയോസ് എടുത്തിട്ട് അങ്ങോട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ അടിപൊളി വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ. അതും ഇതും ഒക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ പിക്കൊക്കെ എടുത്ത് ഇതൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടെയുള്ള കുഞ്ചുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം കുഞ്ചുവിന് വീഡിയോ കോൾ ചെയ്ത് വിഷയമായിരുന്നു കേട്ടോ നമ്മൾ ആ ടൈമിൽ. അങ്ങനെ ഇവിടുന്ന് കുറേ പിക്കൊക്കെ എടുത്ത് ഇതൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഈ ഒരു സ്ഥലമൊക്കെ. അങ്ങനെ നമ്മൾ കുറേ പിക്കെല്ലാം എടുത്തു, അടിപൊളിയായിരുന്നു. അങ്ങനെ എടുത്തിട്ട് അങ്ങ് മതിയാവുന്നുണ്ടായിരുന്നില്ല. നല്ല വെയിലുമായിരുന്നു കേട്ടോ ആ ടൈമിന്. ഗായ്സ് നമ്മളെൻ്റെ അകത്തോട്ട് കയറാൻ പോവാം. കുറച്ച് നേരം പുറത്തോട്ട് ഇരിക്കുമായിരുന്നു. എടുത്ത് ഇരിക്കുകയായിരുന്നു. നല്ല തലവേദന ഇട്ടില്ല. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം സംഭവങ്ങൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ അടുത്തതിൽ കാണിക്കാം. ഇവിടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ തായ് ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അധികം നോക്കിയില്ല. അങ്ങനെ നമ്മൾ അവിടെ ഇവിടെ കുറച്ച് നേരം കറങ്ങി. ഇത് അത്ര ഉണ്ടായിരുന്നില്ല. വാട്ടറിന് അങ്ങനെ കാണാൻ കാര്യമായിട്ടൊന്നും ഇല്ല എന്നല്ല, ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഏകദേശം കണ്ട സംഭവങ്ങളൊക്കെ തന്നെ പിന്നെ ഉള്ളത്. അങ്ങനെ നമ്മളത് കഴിഞ്ഞു ഇറങ്ങി. ബാക്കിയൊക്കെ അടുത്ത വീഡിയോസിൽ കാണിക്കാം. അടുത്ത് നമ്മൾ ബുദ്ധൻ്റെ തന്നെ ഒരു അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത കാറ് ബുക്ക് ചെയ്ത്, ഊബർ ഉണ്ടല്ലോ അതുപോലെ കാറ് ബുക്ക് ചെയ്ത് അത് വെയിറ്റ് ചെയ്തിരിക്കട്ടെ. ഈ പിങ്ക് വണ്ടിയാണ് നമ്മുടെ. അപ്പോൾ അതിനകത്ത് കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു. അവരിറങ്ങിയിട്ട് വേണം നമുക്ക് കയറാൻ. അങ്ങനെ നോക്കി കയറി. ഈ ചേച്ചിൻ്റെ വീടാട്ടോ ഇത്. അതായത് ചേച്ചി ഈ കാറിൽ തന്നെ താമസിക്കുന്നത്. കണ്ടാരെ ഫുൾ ആക്സറീസ് കാറിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പം സ്റ്റേ ട്യൂൺഡ്. എല്ലാം എടുത്തില്ലേ?